ബോളിവുഡിലെ പുത്തൻ താരോദയമാണ് അഞ്ജലി ആനന്ദ്. ടെലിവിഷനിലൂടെയാണ് അഞ്ജലി കടന്നു വരുന്നത്. പിന്നീട് ബോളിവുഡിലെത്തുകയും താരമായി മാറുകയും ചെയ്തു. വണ്ണത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളെയും വിമർശനങ്ങളെയും തന്റെ ആത്മവിശ്വാസം കൊണ്ട് കാറ്റിൽ പറത്തിയാണ് അഞ്ജലി കയ്യടി നേടിയെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് അഞ്ജലി. ഡായ് കിലോ പ്രേം, കുൽഫി മുഖാർ, ബജേവാല തുടങ്ങിയ ഷോകളിലൂടെയാണ് അഞ്ജലി കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് നിരവധി റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തു. ശേഷമാണ് സിനിമയിലെത്തുന്നത്. രൺവീർ സിംഗും ആലിയ ഭട്ടും പ്രധാന വേഷത്തിലെത്തിയ റോക്കി ഓർ റാണി കി പ്രേം കഹാനിയിലൂടെയാണ് തുടക്കം. ചിത്രത്തിലെ പ്രകടനം കയ്യടി നേടാൻ സഹായിച്ചു. OTT ലോകത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഞ്ജലി. ഈ അടുത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് സീരീസായ ഡബ്ബ കാർട്ടലിലെ അഞ്ജലിയുടെ അഭിനയം കയ്യടി നേടാൻ സഹായിച്ചു. ഇതിനിടെ ഇപ്പോഴിതാ തനിക്ക് കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവെക്കുകയാണ് അഞ്ജലി. കുട്ടിയായിരിക്കെ 6 വർഷക്കാലം തന്റെ ജീവിതം നിയന്ത്രിച്ചിരുന്നത് ഡാൻസ് ടീച്ചർ ആയിരുന്നുവെന്നാണ് അഞ്ജലി പറയുന്നത്. തനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് 8 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇനി ഞാനാണ് നിന്റെ അച്ഛൻ എന്നാണ്. ഞാൻ അയാളെ വിശ്വസിച്ചു. എന്നാൽ പിന്നീട് അയാൾ പതിയെ സ്വഭാവം മാറ്റി. ഒരിക്കൽ ചുണ്ടിൽ ചുംബിച്ചിട്ട് അച്ഛന്മാർ ഇങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാണ് അഞ്ജലി ഓർക്കുന്നത്. അയാൾ തന്നെ ആളൊഴിഞ്ഞ ഇടങ്ങളിൽ കൊണ്ടുപോയി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അഞ്ജലി പറയുന്നുണ്ട്. ഇതാദ്യമായാണ് താൻ ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും അഞ്ജലി പറയുന്നു. അയാൾ തന്റെ മുടി അഴിച്ചിടാൻ പോലും അനുവദിച്ചിരുന്നില്ല. പെൺകുട്ടികളുടെ വേഷം ധരിക്കാനും അനുവദിക്കില്ല. തന്റെ പഴയ ടീഷർട്ടായിരുന്നു തന്നെ ധരിപ്പിച്ചിരുന്നത്. അതോടെ തന്നെ ആരും ശ്രദ്ധിക്കുകയോ തന്നോട് ഇഷ്ടം തോന്നുകയോ ചെയ്യില്ല എന്നും അഞ്ജലി പറയുന്നു. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെ തന്റെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത് അയാളാണെന്നാണ് അഞ്ജലി ഓർക്കുന്നത്. പിന്നീട് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും താരം പറയുന്നു. തന്റെ ചേച്ചിയുടെ കല്യാണത്തിന് അച്ഛന്റെ ആത്മസുഹൃത്തിന്റെ മകൻ വന്നിരുന്നു. അവന് തന്നോട് ക്രഷ് തോന്നി. തങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും താൻ അയക്കുന്ന മെസ്സേജുകൾ അയാൾക്ക് അറിയാമായിരുന്നു. ഒരു നാൾ ഞാൻ അവനുമായി സംസാരിക്കുന്നത് അയാൾ അറിഞ്ഞു. അയാൾ തന്നെ കൂട്ടാൻ എന്നും സ്കൂളിൽ വരുമായിരുന്നു. അയാൾ എന്തിനാണ് എപ്പോഴും വരുന്നതെന്ന് എല്ലാവരും ചോദിച്ചു. പക്ഷെ ആരും അത് കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്നും അഞ്ജലി പറയുന്നു. അയാളിൽ നിന്നും തന്നെ രക്ഷിച്ചത് തന്റെ ആദ്യ കാമുകനാണെന്നും അഞ്ജലി പറയുന്നു. തന്റെ ജീവിതം രക്ഷിച്ചതിന് കാമുകന് നന്ദി പറയുകയാണ് താരം. തന്റെ ആദ്യത്തെ കാമുകന് താൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. 2 വർഷം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനോട് നന്ദി പറഞ്ഞു. കാരണം ഞാനന്ന് നേരിടുന്നത് പറയാനുള്ള കരുത്ത് എനിക്കില്ലായിരുന്നു. ഒരുപാട് കഴിഞ്ഞാണ് പറഞ്ഞത്. തന്നെയും കൂട്ടി നടക്കാൻ പോയപ്പോൾ രക്ഷിച്ചതിന് നന്ദിയെന്നും ആ സമയത്ത് നീയാണ് എന്നെ രക്ഷിച്ചതെന്നും താൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്.